Hi friends, Assalamualaikum. Welcome back to my channel Babyskitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം എന്നതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 വലിയ സൈസിലുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കട്ടി തന്നെ കട്ട് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് ചുരുങ്ങിയിട്ട് അത് ചെറുതായി പോകും കേട്ടോ. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ പീസുകൾ ഇതുപോലെ ഒരു ബൗളിൽ തണുത്ത വെള്ളത്തിലേക്കിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പൊട്ടാറ്റോ പീസുകൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് പൊട്ടാറ്റോ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം വെറും 1-2 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. എടുത്തു മാറ്റിയിട്ട് നേരെ ഇതുപോലെയുള്ള ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിലേക്കോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഡ്രൈ ആയതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ആ ഒരു കോൺഫ്ലോർ നന്നായിട്ട് തന്നെ പൊട്ടാറ്റോ പീസിലേക്ക് എല്ലായിടത്തും ആവുന്നത് വരെ നമുക്ക് തട്ടിക്കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ എല്ലായിടത്തും കോൺഫ്ലോർ ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബേബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഫ്ലെയിം ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചൂടായതിന് ശേഷം മീഡിയത്തിലേക്ക് ആക്കി വെക്കണേ. ഇനി ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 6-7 മിനിറ്റ് അത്ര സമയം മാത്രം മതി കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം. ഇനി ഇത് 2 പ്രാവശ്യമായിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ 3-4 തവണയായിട്ട് ഫസ്റ്റത്തെ പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ടൈമിൽ ഫ്രൈ ചെയ്യുമ്പം ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇതുപോലെ നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.